ഇതേ ഇതേ വാണേ ആയില്ലേ സമയം 8 മണി കഴിഞ്ഞു വേണ്ടാ തങ്കേച്ചി വരുന്നേ വാ ചായൊന്നും കുടിച്ചിനാ എന്നാ ചായക്ക് കടിയാക്കിനി ഗോതമ്പ് റവ അതെയാ അണേ വേമ്പാ സമയം പാടായി നമുക്ക് വേഗം പോവാനാ എടേ ഈ ചപ്പിൻ്റെ അകത്താണ് പൂരത്തിന് അടയിടുക പൂരത്തിന് അരി ഉണ്ടല്ലോ അരി പിന്നെ അരി നല്ല വൃത്തിയിൽ പൊടിച്ച് കൊണ്ടുവന്ന് എന്നിട്ട് കുഴച്ചിട്ട് ഇതിൽ പരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ വെല്ലവും തേങ്ങയും കൂടി പണ്ടം ഉണ്ടാക്കും പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ വറ്റിച്ചിട്ട് പണ്ടം ഉണ്ടാക്കിയിട്ട് വെല്ലം വറ്റിച്ച് പണ്ടം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് പരത്തിയിട്ട് ഇങ്ങനെ അതിൻ്റെ നടുക്ക് വെല്ലവും പണ്ടവും കോരി ഇട്ടിട്ട് ഇങ്ങനെ കെട്ടും അയ്യ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഈ നയരോണ്ട് കെട്ടിയിട്ടാണ് പണ്ട് അടയുണ്ടാക്കുക പണ്ടൊന്നുമല്ല നമ്മളാ കഴിഞ്ഞെല്ലാം വരെ അങ്ങനെ ഉണ്ടാക്കി എനിക്കെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്തൊരു ചൂടാണ് ഓ ആവൂലപ്പ പണിയെടുക്കാനൊന്നും ഇതാ വാ നമുക്കിട്ട് ഇരിക്കാലോ കുറച്ച് ഇവിടെ ഇരിക്ക് ഇവിടെ വന്നിരിക്ക് എന്നിട്ടും വേലഞ്ഞാന്ന് നമുക്ക് തണലുള്ള സ്ഥലം എവിടെയാ ഉള്ള നമുക്ക് ഇവിടെ ഇരിക്കാൻ പിന്നെ എനിക്ക് കേൾക്കണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സുമേനെ പണിക്ക് കൂട്ടിയിട്ട് വന്നിട്ട് അന്ന് മുതലാളി ഉണ്ട് ഇപ്പം മുതലാളി നാട്ടിലില്ല അന്ന് മുതലാളി ഉണ്ട് എന്നിട്ട് ഓളെന്നാ ചെയ്തെന്നറിയാം എനിക്ക് പിന്നെ ഞാൻ ഒരു ചാക്ക് എടുത്തിട്ടാണ് വന്നിനി ഞാൻ ചാക്കിനകത്ത് കിട്ടിയ തേങ്ങ പൊറുക്കിയാടി ഇട്ടു എപ്പം പൊറുക്കിയിട്ടിട്ട് ഞാൻ റൂമിൽ കൊണ്ടിട്ട് മുതലാളിക്ക് കൊടുക്കലാന്ന് എന്നിട്ട് അന്ന് ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ പൊറുക്കിയിട്ട് ഇവിടെ ബായൻ്റെ മണ്ടക്ക് വെച്ച് എന്തിനാന്ന് വെച്ചാൽ അനക്ക് പോക്ക് പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ മുതലാളിയോട് ചോദിച്ചിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിനി ഇവള് മുതലാളി വന്നപാട് പറഞ്ഞു കൊടുത്തു തേങ്ങ 6 തേങ്ങ പൊറുക്കിയിട്ട് പിന്നെ ബായൻ്റെ മണ്ട കൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പോക്ക് കൊടുക്കാൻ പാടില്ല ഓളെ വിളിക്കാൻ പാടില്ല എന്നിട്ട് ഞാൻ ഓളെ ഇപ്രാവശ്യം പണിക്ക് വിളിക്കായിനി നിന്നോട് ചോദിക്കൂ എടേ ഗീത നീ എവിടെയാണോ പണിക്ക് പോയിനിയും ചോദിക്കൂ അന്നേരം നീ പറഞ്ഞോ കേട്ടാ ഞാൻ തങ്കച്ചിൻ്റെ ഒപ്പം തന്നെയാണ് പണിക്ക് പോയിനിന്ന് പറഞ്ഞേ പറയണേ തങ്കച്ചിൻ്റെ ഒപ്പം പണിക്ക് പോയിന്ന് പറയണേ എല്ലാ തങ്കേച്ചി നിങ്ങളെന്ത് പണിയാ എടുത്തേ കഴിഞ്ഞ അന്നല്ലേ പണിക്ക് വിളിച്ചിനി ഇപ്പൊ ഗീതേനെ വിളിച്ചിരാ അയ്യോ ഇതെന്ത് പണിയാന്ന് ഗീതേനെ വിളിച്ചാൽ നിൽക്കുന്ന നീയല്ല പറഞ്ഞ എനിക്ക് ഭർത്താവുണ്ട് എൻ്റെ മോനുണ്ട് കൊണ്ടുതരാന്ന് നിന്നെ പിന്നെ പണിക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ടാ നിന്നെ വിളിക്കുന്നില്ല എൻ്റെ പണിക്ക് എന്നാ നീ എന്നാ വിചാരിച്ചു നിന്നെ പണിക്ക് വിളിച്ചാൽ നീ എന്നാ കാട്ടിയതെന്ന് നീ മുതലാളിയോട് പറഞ്ഞു കൊടുത്തു എൻ്റെ മുതലാളി എന്നെ പണിക്ക് വിളിച്ചില്ലേ വിശ്വാസം ഉണ്ടെങ്കിലും എല്ലാവരും പണിക്ക് വിളിക്കും നമ്മൾ വിശ്വാസക്കാരൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല നമ്മൾ കട്ടോട്ട് പോയിട്ടൊന്നും ഇന്നുവരെ ജീവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു 4 തേങ്ങ എടുത്ത് ഞാനവിടെ വെച്ച് നീ അപ്പടെ മുതലാളിയോട് പറഞ്ഞു കൊടുത്തിട്ടില്ല നിന്നെ വിളിക്കത്തില്ല ഇനി നീ എന്നെ എൻ്റെ ഒപ്പം പണിക്ക് വരണ്ട നീ പറഞ്ഞു എനക്കെൻ്റെ പുരം കൊണ്ട് തരാണ്ട് എൻ്റെ മോൻ കൊണ്ട് തരാണ്ട് എന്നല്ലേ നീ പറഞ്ഞിനി ഞാൻ പറയാൻ അങ്ങനെ പറഞ്ഞു പോയി അതും വിചാരിച്ചിട്ടില്ല നിങ്ങളിപ്പോ അന്നെ പണിക്ക് വിളിക്കപ്പ നിങ്ങള് എന്ത് നാണി നീ അന്ന് എന്തെല്ലാം പറഞ്ഞു എന്നാ നീ അന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ എനക്ക് മനസ്സിന്ന് പോകുന്നില്ല വായിന്ന് വീണ എടുക്കാൻ കഴിയില്ല കൈമെന്ന് വീണ എടുക്കാം അനക്ക് ഭർത്താവ് ഇല്ലാത്തോണ്ടല്ലോ നീ എന്നോട് പറഞ്ഞിനി പിന്നെ എനക്ക് ഭർത്താവുണ്ട് എനക്ക് മോൻ കൊണ്ട് തരാനുണ്ട് എന്ന് നീ ആ ഭർത്താവിന്റെ പേര് പറയാണ്ടിക്കറിയുന്നോ എനക്ക് അന്ന് അത്രക്ക് സങ്കടമായി അതുകൊണ്ട് നിന്നെ ഞാൻ പണിക്ക് വരെ വിളിക്കാത്ത നിന്നെ ഞാനതിന് വിളിക്കൂല എന്നാ വെച്ചാൽ നമ്മൾ എന്ത് വർത്താനം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് വായിന്ന് വീണ എടുക്കാൻ കഴിയില്ല കൈമെന്ന് വീണ എടുക്കാം എനക്ക് ഭർത്താവ് ഇല്ലാത്തോണ്ടല്ലേ നീ അന്ന് അങ്ങനെ പറഞ്ഞിനി കേട്ടാണ് അവർ പറയുന്നത് ഞാൻ അന്നത്തെ ആ മൊയലാളി വന്നേരോ ഒരു ഈലങ്ങ് പറഞ്ഞു പോയതാണ് ഓറിപ്പോ മനസ്സിൽ വിചാരിച്ചിട്ടിരിക്കലാന്ന് എന്ത് സാധനം നോക്കറോ സങ്കടപ്പെടണ്ട ഓറ് വിളിക്കൂ അന്നത്തെ ദേഷ്യത്തിനും പറഞ്ഞിരിക്കൂ എന്നാ ഞാൻ തെറ്റുമ്പോ രണ്ടാളും കുശിക്കുന്നു നീ ഓളൊക്കെ കൂട്ടത്ത് കൂടാൻ തുടങ്ങിയാ അത് സങ്കടപ്പെടേണ്ട ഓറ് വിളിക്കൂന്ന് പറഞ്ഞാണ് ഞാൻ ഓളെ വിളിക്കുവെല്ലാം ചെയ്യൂ ഓളുണ്ടല്ല ഓള് അത്ര അഹങ്കാരംകാരല്ലോ ഓക്ക് ഓളെ പണിക്ക് വിളിച്ച് വരുമ്പോഴേക്ക് പിന്നെ ഓളെ കൈമിൽ കുറച്ച് പൈസ ആകുമ്പോ ഓക്ക് ഇത്രക്ക് അഹങ്കാരാ ഓള് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് തങ്കേച്ച് കൂട്ടി പോയിട്ടാണ് ഞാൻ പിന്നെ എനക്ക് പൈസ കിട്ടുന്നത് ഓള് മൂലക്കിരിക്കുന്ന ഓളെ ഞാൻ പണിക്ക് വിളിച്ചിട്ട് വന്നിനി നോക്കുമ്പോ ഓക്ക് ഭയങ്കര അഹങ്കാരം ഓളങ്ങനെ കുറച്ചാട് നിൽക്കട്ടെ നമുക്ക് വിളിക്കുവെല്ലാം ചെയ്യാം കേട്ടാ
വിളിക്കാ പിന്നെ വിളിക്കാം കുറച്ചോളാടെ അങ്ങ് നിൽക്കട്ട്. നിങ്ങളെ കൂട്ടി വരുമ്പോൾ ആണ് ഇപ്പോൾ ഓക്ക് ചൂടാകുന്നുണ്ടാവും. ഓൾ അങ്ങനെയാണെന്ന് ചൂടായിട്ട് കുറച്ച് നിൽക്കട്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓളെ കൂട്ടാട്ടാ.